എന്റെ ഗുരുവായൂരപ്പ, ഇതാരായി വന്നിരിക്കുന്നേ? നമസ്കാരം. 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 ആ വാടാ മക്കളെ. ദാദാ, ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇവിടുത്തെ തഹസീൽദാരാ, ബാലഗോപാലമേനോ. നമസ്കാരം. ഇവൻ രാജൻ തമ്പി, മൂത്ത മകനാ. കൊച്ചിയിലെ ബാറുകളും ഹോട്ടലും ഒക്കെ ഇവന്റെ മേൽനോട്ടത്തിലാ. ഇതെന്റെ മരുമകനാ, മനോജ് വർമ്മ. രണ്ടാമത്തെ മകള് രാധാമണിയുടെ ഭർത്താവാ. ഇവനാണ് ഇവിടുത്തെയും പീരുമേട്ടിലെ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ ഇളയ മോനാണ് പോലീസില്? അതെ. മൂന്നാമത്തവൻ ഹരിഹരൻ തമ്പി. അവൻ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ചാർജ് എടുത്തിട്ട് 2 മാസമേ ആയുള്ളൂ. ഇനി അവനൊരു പെണ്ണന്വേഷിക്കുന്ന തിരക്കിലായി ഇപ്പൊ ഞങ്ങള്. എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ, ഒരു ദുസ്വഭാവവും ഇല്ല, വലിക്കില്ല, കുടിക്കുകയില്ല. പിന്നെ വേറൊരു കാര്യം, 10 പൈസ പോലും കൈക്കൂലി വാങ്ങുക. സത്യം പറയാലോ, എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെ ഞാൻ കെട്ടിച്ചു കൊടുത്തേനെ. സാറിനെ കൊണ്ട് ഫിനിഷ് ചെയ്താട്ടെ, എന്നാ പിന്നെ നേരം കളയാൻ നമുക്ക് ആ സ്ഥലവും കണ്ടിട്ടില്ല. ഈ കാണുന്ന 450 ഏക്കർ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതൽ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഭൂമിയാണെന്ന് വരുത്തണം. ഈ പുഴയ്ക്ക് അപ്പുറവും ഇപ്പുറവും ചേർന്ന് കിടക്കുന്ന സ്ഥലം ഒരു റിസോർട്ടിന് പറ്റിയതാണെന്ന് ആളിയും പറയുന്നത്. ഒരു കനേഡിയൻ ഗ്രൂപ്പ് കമ്പനിയുമായി കൊളാബറേഷൻ, പാരാഗ്ലൈഡിംഗ് വിത്ത് ഹെലിപാഡ്, ഒരു സ്റ്റാർ കാറ്റഗറിയിലുള്ള ബിഗ് പ്രോജക്റ്റ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആക്കണം. നിലവിൽ പ്രമാണമില്ലാത്ത ഈ ഭൂമിക്ക് പട്ടയം ഉണ്ടാക്കണം, കരമടയ്ക്കണം. അതെ അതെ. പിന്നെ ഭൂമിയിൽ വേറെ ആരും അവകാശം പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ അങ്ങ് നടക്കും. നടന്നു കിട്ടിയാൽ സാർ ആഗ്രഹിച്ചതുപോലെ എറണാകുളം നഗരത്തില് ഒരു ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്ത് കീ അങ്ങ് കയ്യിലോട്ട് തരും. പിന്നെ അല്ലാണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, റവന്യൂ മന്ത്രിയെ കൂടി ഒന്ന് പിടിച്ചോണം. ഈ സ്ഥലം മുമ്പ് ആരുടെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വേറെ അവകാശികൾ ആരുമില്ലെന്നും പട്ടയം അനുവദിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ലെന്നും വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്ത് താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യിക്കണം, എന്റെ ടേബിളിലേക്ക്. വില്ലേജ് ഓഫീസറെ ഞാൻ വിളിച്ചു പറയാം. ഇല്ല സർ, പറഞ്ഞു കേട്ടിടത്തോളം ഇത് രാജഭരണകാലത്ത് കൈമറിഞ്ഞു പോയ ഭൂമിയാണ്. 100 കൊല്ലം പഴക്കമുള്ള ചെമ്പ് പട്ടയങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ റാക്കി കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ പരിശോധിക്കാനുള്ള ഒരു സാവകാശം വേണം. പഴയത് ചകഞ്ഞെടുക്കാനൊന്നും മെനക്കെടണ്ട. ആ ഭൂമിയിൽ വേറെ അവകാശികളില്ലെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്റെ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ നോക്കട്ടെ സർ. വാടാ മക്കളെ. ഇവനാ ഇളയവൻ ഹരിഹരൻ തമ്പി, ബാലഗോപാലൻ സാർ, തഹസീൽദാരാ, മൂന്നാറിലെ. ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്പിരിറ്റ് റൈഡ് ആയിട്ട് അപ്പോഴച്ഛൻ വിളിച്ചത് ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് പറഞ്ഞു. ഇരിക്കൂ സാർ. താങ്ക് യു ചേട്ടാ. ചേട്ടാ, അതെ, ജീപ്പിലൊരു 5 lakhs ഇരിപ്പുണ്ട്. ഇന്ന് റെഡി ചെയ്തപ്പോ കിട്ടിയതാ. അച്ഛനെ ഏൽപ്പിച്ചേക്ക്. അപ്പൊ സാർ കാണാം. വില്ലേജ് ഓഫീസറാ. ഹലോ സാർ, ഞാൻ തോമസ് പാലമറ്റം. താനത് ഫോർവേഡ് ചെയ്തു അല്ലേ? ഇല്ല സർ, ചില പഴയകാല ഫയലുകൾ പരിശോധിച്ചപ്പോൾ ആ ഭൂമിയെ സംബന്ധിച്ച ചില രേഖകളും പ്രമാണങ്ങളും കിട്ടി. എടോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതൊന്നും തപ്പിയെടുക്കണ്ടായിരുന്നു. എന്താണോ തന്റെ നാക്കിറങ്ങിപ്പോയോ? സർ, കുമാരൻ തമ്പിയുടേതെന്ന് പറയപ്പെടുന്ന 450 ഏക്കറിന് പട്ടയം അനുവദിച്ച് നൽകാൻ ചില പ്രശ്നങ്ങളുണ്ട്. എന്തു പ്രശ്നം? സർ, റെക്കോർഡ് പ്രകാരം സാറ് പറഞ്ഞ സ്ഥലം പള്ളി പണിയാനും പള്ളിക്കൂടം കെട്ടാനും അനാഥ മന്ദിരത്തിനുമായി അന്നത്തെ മഹാരാജാവ് വലിയ കോയി തമ്പുരാൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പതിച്ചു കൊടുത്ത 750 ഏക്കറിൽ പെട്ടതാണ്. ഇവിടുത്തെ വലിയ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന 450 ഏക്കർ സ്ഥലം പള്ളിവക തന്നെയാണ്. എടോ, 100 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാടോ നോക്കുന്നേ? പള്ളിക്കാർക്ക് പോലും അറിയാത്ത കാര്യം നമ്മൾ എന്തിനാടോ കുത്തിപ്പൊക്കുന്നേ? ലാൻഡ് അസൈൻമെന്റ്, അതായത് എതിർ കൈവശ കാലഹരണ നിയമപ്രകാരം ഇപ്പറയുന്ന കുമാരൻ തമ്പിയുടെ പേരിൽ പട്ടയം ലഭിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും അയാളുടെ കയ്യിലുണ്ട്. അതെല്ലാം അവരുണ്ടാക്കിയ വ്യാജ രേഖകളായിരിക്കും. അത് തെളിയിക്കാനുള്ള ഒറിജിനൽ നമ്മുടെ അടുത്തുണ്ട്. താനതങ്ങ് കത്തിച്ചു കളഞ്ഞേക്കോ, പ്രശ്നം തീർന്നില്ലേ? ചക്രം കൊടുക്കാവെന്ന് പറ. താനൊന്ന് കണ്ണടച്ച ഇപ്പൊ ലക്ഷങ്ങൾ തന്റെ കൈവെള്ളയിലെത്തും. വേണ്ട സർ, അഴിമതിക്ക് കൂട്ടിവെക്കാൻ എനിക്കാവില്ല. വില്ലേജ് ഓഫീസർ ഇടഞ്ഞിരിക്കാതെ അഭിസാറേ. അയാളുടെ പക്കലുള്ള രേഖകൾ നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെ ഒരു രേഖയോ പ്രമാണമോ അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ആയുസ് ഒറ്റ ദിവസം മാത്രം. പിന്നെ ആ പഴയ ചരിത്രം കുത്തിപ്പൊക്കാൻ ഒരു തെളിവും അവശേഷിക്കത്തില്ല. കുമാരൻ തമ്പി പറയുന്നേ.
ഇനി ഈ പ്രമാണം വില്ലേജ് ഓഫീസിൽ സുരക്ഷിതമായി ഇരിക്കില്ല എന്നല്ല നിശ്ചയമുള്ളതുകൊണ്ടാ ഇത് ഇച്ചായനെ ഏൽപ്പിക്കുന്നത്. ഇനി നീ വന്ന് ചോദിച്ചാൽ മാത്രമേ ഈ പ്രമാണങ്ങൾ ഈ ലോക്കറിൽ നിന്ന് പുറത്തെടുക്കൂ. തൽക്കാലം ഇതാരും അറിയണ്ട. മനസ്സിലായി. പള്ളിക്ക് കിട്ടേണ്ട സ്ഥലം പള്ളിക്ക് തന്നെ കിട്ടണം. ഞാൻ ഇറങ്ങാ. ഇരുട്ടുന്നതിന് മുമ്പ് മൂന്നാറിലെത്തണം. നീ സൂക്ഷിക്കണം. നിന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപായപ്പെടുത്താൻ നോക്കും. മനസ്സാക്ഷിയില്ലാത്ത വർഗമാ. അതിനെന്നെ കണ്ടുകിട്ടിയിട്ട് വേണ്ടേ? ഞാൻ 2 മാസത്തെ ലീവ് എടുത്തിരിക്കുക. നാളെ അതിരാവിലെ വേളാങ്കണ്ണിക്ക് തിരിക്കും. വഴിപാട് കടകൾ ഒരുപാട് ബാക്കിയുണ്ട്. 1 മാസത്തെ ധ്യാനവും കൂട്ടണം. വരട്ടെ അച്ഛാ. ശരി. ഓ കൊച്ചുതമാ എങ്ങോട്ടായിട്ടോ ധൃതിയില്? പേടിക്കണ്ട, ഇറങ്ങണോ, ഞങ്ങളൊന്നും ചെയ്യില്ല. എനിക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കൊച്ചുതോമ എനിക്ക് ചെയ്തു തരാൻ പോകുന്ന ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്യുമെന്ന് ഓർത്തിട്ട് ഇവൻ പറഞ്ഞു 2 ലക്ഷം കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അത് പോരാ, ഇത് 4 ലക്ഷം ഉണ്ട്. എനിക്ക് വേണ്ട, ഞാനിത് വാങ്ങില്ല. ഈശ്വര, കാശലർജിയായ മനുഷ്യനെ ആദ്യമായിട്ട് കാണുക. വേണ്ടെങ്കി വേണ്ട. അച്ഛാ ബാഗ് തുറന്നു നോക്കടാ. അല്ല, അതെടുക്കരുത്. പിടയ്ക്കാതെ ഇങ്ങോട്ട് വാടോ, വാടോ ഇങ്ങോട്ട്. എനിക്ക് ആവശ്യമുള്ള കുറെ പ്രമാണങ്ങളും രേഖകളും വില്ലേജ് ഓഫീസിൽ കാണുന്നില്ല. അത് ഈ ബാഗിനകത്ത് കാണുമായിരിക്കും. അതിലെന്തൊക്കെ വകുപ്പുകളാണ് കെണിച്ചു വെച്ചിരിക്കുന്ന അറിയാൻ ചെറിയൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ഇതിൽ പ്രമാണമില്ല, ഫോട്ടോസ്റ്റാറ്റാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ പ്രമാണങ്ങളാ. അതെവിടെ? അതെന്റെ കയ്യിലില്ല. തന്റെ കയ്യിലില്ലേ? ഇത് കണ്ടോ, പണ്ട് കള്ള് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ നിന്നപ്പോ തുടങ്ങിയ ഏർപ്പാടാ. ഞാൻ കുത്തും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറില്ല. കുത്തിയ ശേഷമാണ് എന്റെ ഭീഷണി. ഇതുപോലെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാ നീ രക്ഷപ്പെടും. ജീവൻ വേണമെങ്കിൽ വേഗം പറഞ്ഞു. എന്റെ ജീവൻ പോയാലും നിനക്കത് കിട്ടില്ല. പള്ളിയുടെ സ്ഥലം പള്ളിക്ക് തന്നെ. നീതിക്ക് വേണ്ടി പോരാടാൻ എന്റെ ഇച്ഛാനുണ്ടാവും. മോനെ രാജ, ഇവന്റെ ബോഡി കാറിലിട്ട് എസ്റ്റേറ്റിലേക്ക് ഉണ്ട്. ശരി അച്ഛാ. മക്കളെ, ആ ക്രെയിൻ മുരുകനെ വിളിച്ച് കാറോടെ ഇവനെ എസ്റ്റേറ്റിലെ ചതുപ്പിലേക്ക് പൂഴ്ത്ത്. പൊടി പോലും പുറം ലോകം കാണരുത്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള. എന്താ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, മനസ്സിലായില്ലേ? ഇദ്ദേഹമാണ് കുന്നേൽ കുമാരൻ തമ്പി സാറ്. ഓ, കുന്നേൽ കുമാരൻ തമ്പി. കേട്ടിട്ടുണ്ട് ധാരാളം. എതിർക്കുന്നവനെ കൊല്ലാനും ഓച്ചാനിക്കുന്നവനെ വളർത്താനും ബഹുകേമൻ അല്ലേ? ഓ, അതൊക്കെ അസൂയക്കാര് വെറുതെ. എന്തിനാണാവോ എന്നെ കാണാൻ ഈ പൂമുഖത്തേക്ക്? ഞാൻ അങ്ങയെ കാണാനല്ല, അനിയൻ കൊച്ചുതോമയെ കാണാൻ വന്നതാ. അവനിവിടെ ഇല്ല. എവിടെ പോയി? ഒരു നീണ്ട യാത്ര പോയേക്കോ. എപ്പോ വരും? ചിലപ്പോ 1-2 മാസമൊക്കെ കഴിയും. ഈ പെണ്ണും പെടക്കൊഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങേരൊരു പോക്ക് പോയതാ. അയ്യോ, കഷ്ടമായി പോയല്ലോ. എന്താ കാര്യം? അല്ല, വില്ലേജ് ഓഫീസിലെ ചില പേപ്പേഴ്സ് കൊച്ചുതോമ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. കണിശക്കാരനും രാജ്യസ്നേഹിയും സർവോപരി സത്യസന്ധനുമായ പാലമറ്റത്ത് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള ഈ വയസ്സാം കാലത്ത് നുണ പറയാൻ തുടങ്ങിയ മക്കളെ. ഞങ്ങൾക്കറിയാം അത് ഇവിടെ ഉണ്ടെന്ന്. ഇങ്ങ് തന്നേക്ക്. ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സാ. പ്രശ്നം ഉണ്ടാക്കില്ല. വേണ്ട, ഒരു ബിസിനസ് ആകുമ്പോ ഇടനിലക്കാർക്ക് ലാഭം വേണ്ടേ? എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ ദൈവത്തിന് മുതൽ വെച്ച് ബിസിനസ് ചെയ്യാറില്ല, ചെയ്യയില്ല, ചെയ്യിപ്പിക്കുകയില്ല. ഈ പറച്ചിൽ കേട്ടാ തോന്നും പാലമറ്റക്കാരൻ റിസർവ് ബാങ്ക് എടുത്ത് കക്ഷത്തിൽ കുമാരൻ വെച്ചിരിക്കുകയാണ്. തമ്പി, ആ ബംഗ്ലാവ് കണ്ടോ താൻ?
എനിക്ക് താമസിക്കാൻ എന്റെ മകൻ അയൽക്കാരന്റെ വസ്തു പൊന്നും വിലയ്ക്ക് വാങ്ങി അതിൽ 1.5 കോടി മുടക്കി പണിത ബംഗ്ലാവാണോ അത്? ആ പണത്തിന് ചോരയുടെ മണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ അത് ഇന്നും ആൾ താമസമില്ലാതെ അടഞ്ഞു കിടക്കുന്നത്. എന്റെ അപ്പൻ എനിക്ക് തന്ന ഭൂസ്വത്തിന്റെ 3 കൊല്ലത്തെ ആദായം പോലും 30 കൊല്ലത്തെ എന്റെ മിലിറ്ററി സർവീസിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ കുടുംബത്തെ മറന്ന് രാജ്യത്തിനു വേണ്ടി ഞാൻ സേവനം അനുഷ്ഠിച്ചത് എന്റെ തൃപ്തിക്ക് വേണ്ടിയാ. എന്റെ കണ്ണുകൾ തന്റെ കടലാസ് നോട്ടുകൾക്ക് മുമ്പിൽ മഞ്ഞളിക്കില്ല. ഇയാടെ അന്തസ് പഴമൂരാണോ കേട്ട് നിൽക്കാതെ കേറി പരിശോധിക്കടാ. വേണ്ട സാർ. മാപ്പിളെ കീറിക്കളയും മത്ത് കീറുന്ന പോലെ കേറി നോക്കണം പിള്ളേരെ. ഈ വീട് മുഴുവൻ അരിച്ചു പറിക്കാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രേഖകൾ ഇവിടുന്ന് കിട്ടില്ല. അതിവിടെയില്ല. ഇളയപ്പൻ കുറെ പേപ്പേഴ്സ് അപ്പച്ചനെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ അതെല്ലാം അപ്പച്ചൻ അപ്പോഴേ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു. മോളും മിടുക്കിയാണല്ലോ. കുമാരൻ തമ്പിയുടെ ശല്യം ഇനിയും ഇവിടെ തുടരുമ്പോ കെട്ടിക്കാറായ ഈ മോടെ മനസമാധാനം പോവല്ലോ. മോളെ കുറിച്ച് ഓർത്തപ്പോ ധീരനായ വർഗീസ് മാപ്പിള ഇച്ചിരി പേടിച്ചു, ഒന്ന് പതറി അല്ലേ? അതിർത്തിയിലെ ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോ പതറിയിട്ടില്ലേ ക്യാപ്റ്റൻ മാപ്പിള? പിന്നെ 2 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത നിന്റെ 3-ാംകിട വാക്കുകൾക്ക് മുമ്പിൽ ഇറങ്ങി പോടാ. അയ്യേ വേണ്ട മക്കളെ, മാപ്പിള ഞാൻ പറയുന്ന വഴിക്ക് വരും, വരുത്തും ഞാൻ. കുഞ്ഞച്ച, എന്റെ മോളുടെ ബുദ്ധി കൊള്ളാം. ബാങ്ക് ലോക്കറി വെച്ചിരിക്കാന്ന് പറഞ്ഞത് നന്നായി. ഒന്നിനും മടിക്കാത്ത കൂട്ടര കുമാരൻ തമ്പി മക്കളും അവരിനിയും വരും. നമുക്ക് മുമ്പേന്ന് ക്രിസ്റ്റിമോനെ വരുത്തിയാലോ? മിണ്ടരുത്. അവന്റെ പേര് പോലും ഉച്ചരിക്കരുത് ഈ തറവാട്ടിൽ. എന്നെ അവനെ തെമ്മാടിക്കുഴയിൽ അടക്കിയെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. അവന്റെ സഹായം തേടുന്നതിനേക്കാളും നല്ലത് ആ കുമാരൻ തമ്മിയുടെ കൈ കൊണ്ട് വരിക്കുന്നതാ. വർഗീസിനെ പിതാവ് തിരക്കായിരുന്നു. എന്താ വിഷയം? വിഷയം വർഗീസിന്റെ ഇളയമോൻ ജോജി തന്നെ. വൈദികവട്ടം സ്വീകരിച്ച് ആദ്യ കുർബാന ചൊല്ലേണ്ടവൻ അവൻ. വർഗീസ് അപേക്ഷിച്ചിട്ടാ ഞാൻ സഭയുടെ നിലവിൽ ജോജിയെ ഉപരിപഠനത്തിനായി ഇറ്റലിയിലേക്ക് അയച്ചത്. വിദ്യാസമ്പന്നനായ ഒരു വൈദികനെ ഈ രൂപത കിട്ടില്ലെന്ന് കരുതി അയാൾ പച്ചമട്ടം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. ലോഹം ഉപേക്ഷിച്ച് ഏതോ ഒരു കമ്പനിയിൽ അവിടെ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇയാളെന്നാ മറുപടിയൊന്നും പറയാത്തത്? അവന് ദൈവവിളി ഇല്ലായിരിക്കും പിതാവേ. എന്നാലും ലോഹം ഉപേക്ഷിക്കാൻ മാത്രം അവിടെ എന്താ ഉണ്ടായെന്ന് അന്വേഷിക്കണം. എന്റെ കർത്താവേ, ഒരു വൈദികനാവാൻ റോമിലേക്ക് ഉപരിപഠനത്തിനെത്തിയ എന്റെ മുന്നിലേക്ക് എന്തിനാണ് കർത്താവെ നീ തള്ളിവിട്ടത്? ആ മാൻപേട കണ്ണുകളുള്ള മാലാഖി റോമിൽ നിന്ന് അവളുടെ താമസ സ്ഥലമായ ഈ ലണ്ടൻ മഹാനഗരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ? കർത്താവിന് മാത്രം ധ്യാനിച്ചേർന്ന് എന്റെ മനസ്സിൽ, എന്റെ കണ്ണിൽ എന്തിനവളുടെ രൂപം നീ കാണിച്ചു തന്നു? ചൈനാവൻ മതിലിന്റെ പൊക്കമുള്ള സെമിനാരിയുടെ മതിൽ ചാടിക്കടക്കാൻ എന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചത് കർത്താവ് തന്നെയല്ലേ? പറയൂ, ഇനി ഈ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? എന്താ അങ്ങയുടെ അഭീഷ്ടം അതാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മുമ്പിലൂടെ അവൾ കടന്നു വരണം. എങ്കിൽ മാത്രമേ ഞാൻ ആ ജീവിതത്തിലേക്ക് പോകൂ കർത്താവേ. കർത്താവേ, സമയത്ത് തന്നെ അവൾ വരുത്തണേ. എന്നും പതിവ് പോലെ അവൾ തെറ്റിക്കാണ്ട് വരണേ കർത്താവേ. കർത്താവേ, താങ്ക് യു സോ മച്ച് കർത്താവേ. ഹായ്. കണ്ടില്ലേ കർത്താവേ, എത്ര നാളെ അവളിങ്ങനെ മൈൻഡിലാണ് പോണത്. എന്ത് ധൈര്യമായിട്ട് പോയി വളച്ചോളാനോ? എങ്കിൽ ഞാൻ അവള് വിടില്ല കർത്താവേ, വിടില്ല ഞാൻ.
അവൻ മലയാളിയാ, ജോജി വർഗീസ്. ഈശ്വര, ക്രിസ്ത്യാനി ചെറുക്കനോ? ഈ വിവരം എങ്ങനെ നാട്ടിലറിഞ്ഞ? നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മകളാ. ഇനി പത്രക്കാര് വല്ലതും വിവരം അറിഞ്ഞ നാണക്കേടാ. നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് സമയം കളയാതെ അച്ഛൻ ചിറ്റപ്പനെ വിളിച്ച് കാര്യം പറ. മീനാക്ഷിയെ പഠിപ്പിക്കാനാ ഇങ്ങോട്ട് അയച്ചത്. നമ്മളെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ. ഇതാ വിളിക്കൂ. ഹലോ, ശേഖരൻകുട്ടിയാ? കൊടുക്കാം. ആരാടോ? ചേട്ടനാ, ലണ്ടനിൽ നിന്ന്. ഏട്ടാ, നിനക്ക് തിരക്കില്ലല്ലോ? ഇല്ല, ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടാതിരിക്കാം. അച്ഛനും കന്നേ, ഞാൻ പറയാം. ചിറ്റപ്പ, ഞാനാ വിനോദ്. വിനോദ്, 2-3 ദിവസമായല്ലോ മീനുട്ടി വിളിച്ചിട്ട്. അവൾക്ക് എക്സാം അല്ലേ? ഓ സോറി, എക്സാമിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. മീനാക്ഷിക്കൊരു പയ്യനുമായിട്ട് അടുപ്പം. അന്വേഷിച്ചപ്പോ ഒരു ക്രിസ്ത്യാനി ചെറുക്കനാ. കൊല്ലും ഞാൻ അവളെ. ഇതിന്റെ പേരിൽ എടുത്തിയാടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ കാര്യം അറിഞ്ഞതായിട്ട് ഭാവിച്ചാലാ കുഴപ്പം. ആ പയ്യന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വിനോദ് ഒരു കാര്യം ചെയ്യും, തന്ത്രപൂർവ്വം അവളെ നാട്ടിലെത്തിക്കും. ഹായ് മീനാക്ഷി. ജോജി, എന്താ എന്തു പറ്റി? എന്തിനാ കരയണേ? ജോജി, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിലേക്ക് പോവാ. എന്താ ഇങ്ങനെ പെട്ടെന്ന്? എന്റെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. സീരിയസ് ഒന്നല്ലെന്ന് പറയുന്നത്, പക്ഷെ എനിക്കൊരു സമാധാനമില്ല. മീനു, ധൈര്യമായിട്ടിരിക്കേ. ഹൈ, അച്ഛനൊന്നും വരില്ലെന്നേ. ഞാനും വരാം നാട്ടിലേക്ക്. നമുക്ക് ഒരുമിച്ച് പോവാം. നീ എയർപോർട്ടിൽ നിന്നാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ഗുഡ് മോർണിംഗ്. ജോജി വർഗീസ്. യെസ്. എന്റെ കൂട്ടുകാർക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണോ? നീ എയർപോർട്ടിലേക്കായിരിക്കും അല്ലേ? നിനക്ക് മീനാക്ഷിയെ തന്നെ പ്രേമിക്കണം. മീനാക്ഷി ഇനി തിരിച്ചു വരില്ലടാ. അവളെ നാട്ടിലെത്തിക്കാനുള്ള ഞങ്ങളുടെ അടവായിരുന്നടാ അവിടെ അച്ഛന്റെ അറ്റാക്ക്. പാസ്പോർട്ട് നിനക്ക് ഹോം മിനിസ്റ്ററെ മോളെ തന്നെ പ്രേമിക്കണം അല്ലടാ? ജോജി വർഗീസ് മാപ്പിള. Stop! Stop it! Stop! I'll call the police! അച്ചോട്ടാ, എന്താ അച്ഛന് പറ്റിയത്? ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, നമ്മൾ വണ്ടിയിലേക്ക്. എന്താ വിജി? എന്താ നീ പറയുന്നത്? അച്ഛനെ എയർപോർട്ടിൽ പോയത്. തൽക്കാലം നീ ആരെയും ഒന്നും അറിയിക്കണ്ട. എന്താ സാർ? പുരുഷോത്തമ, എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തേക്കും. വണ്ടി തിരികെ എറണാകുളത്തേക്ക്. IG ചന്ദ്രദാസ് എവിടെയുണ്ട്? IG ഹോം സെക്രട്ടറി കൊച്ചി തന്നെ ഉണ്ട് സാർ. എന്തായാലും രാവിലെ 10:45 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഡ്രൈവർ അച്യുതന്റെ മൊഴിയിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് കാറിൽ കയറുമ്പോഴാണ് മീനാക്ഷി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. അത് 3 മണിക്കൂർ മുമ്പ്. കാറിൽ നിന്നും അച്യുതനെ അവർ പുറത്താക്കി. അവരുടെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് അയാൾ വ്യക്തമായി പറയുന്നുണ്ട് സാർ. നീ പറഞ്ഞ ഞാനങ്ങ് തൊണ്ടോടാതെ വിഴുങ്ങുന്നു കരുതിയടാ. സത്യം പറയടാ.
ഓടിപ്പോകരുത്, നീങ്ങിയിരിക്കുക. വണ്ടി എടുക്ക്. എന്താ ഇത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഇയാൾ എന്റെ വീട്ടിലെ ഡ്രൈവറാ, വിശ്വസിക്കാം? സോറി സാർ. ആ സാരല്ല, പോട്ടെ, താനകത്തേക്ക് പോ. സർ 10 മിനിറ്റ് മുമ്പ് ഒരു കോൾ വന്നിരുന്നു, മാഡമാണ് അറ്റൻഡ് ചെയ്തത്. വിജി, നമ്മുടെ മോള് അവരെന്താ പറഞ്ഞത്? മോള് സുരക്ഷിതമായി അവരുടെ അടുത്തുണ്ടെന്ന് മാത്രം. പിന്നെ കട്ടായി. സാർ, മാഡത്തിന് വന്ന കോൾ നമ്പർ ട്രേസ് ചെയ്തോ? ട്രേസി ഇൻഫർമേഷൻ കൊടുത്താണ് സാർ. ആ, ഹലോ. ആ, ഇനി ഈ വീട്ടിലേക്ക് വരുന്ന എല്ലാ കോൾസും ട്രേസ് ചെയ്യണം. ഓക്കെ സാർ. ഇപ്പൊ മാഡത്തിന് വന്ന ലാസ്റ്റ് കോൾ കൽക്കട്ടയിൽ നിന്നാണ് സാർ. കൽക്കട്ടയിൽ നിന്നാ? വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഹലോ, മിനിസ്റ്റർ വീട്ടിലെത്തിയോന്നറിയാൻ വിളിച്ചതാ. എന്റെ മോൾ എവിടെ? എന്റെ അടുത്ത് സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അറിയിക്കാം. അതിനു മുൻപ് പോലീസുമായി കൂടിയാലോചിച്ച് മോളുടെ ജീവൻ അപകടത്തിലാക്കരുത്. സർ, കൽക്കട്ട പോലീസുമായിട്ട് നമുക്കൊന്ന്. താൻ ഇത് ഇനി കൊട്ടി ഘോഷിക്കണ്ട. പത്രക്കാരും ടി വിക്കാരും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തു കെട്ടി കെടുപ്പ. ഹലോ. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ വന്ന കോൾ ബോംബെ നിന്നാണ്. ഇത്തരം സംഘങ്ങൾ നോർത്തിൽ സർവ്വസാധാരണമാണ്. റാൻസം ഡിമാൻഡ് ചെയ്യും, ചിലപ്പോൾ കൊടുക്കേണ്ടിയും വരും. പോലീസിന്റെ നീക്കങ്ങൾ അവരറിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാണ് ആപത്ത് എന്ന് കരുതി പോലീസ് അന്വേഷിക്കേണ്ടതാണോ? അന്വേഷിക്കണം. മകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയതിനു ശേഷം മാത്രം. ഹലോ. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് 1 കോടി രൂപയാണ്, ക്യാഷ്. അത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ കൈമാറണമെന്ന് അറിയിക്കാം. ഇത്രയും വലിയ തുക ഞാൻ അതിനാര് കൊടുക്കുന്നു സാർ ഈ തുക? ഇതാണ് പോലീസിന്റെ എടുത്തിയാട്ടം. ഒരു കുട്ടിയുടെ ജീവൻ പണയം വെച്ചിട്ടല്ല പോലീസിന്റെ എഫിഷ്യൻസി കാണിക്കേണ്ടത്. പണത്തിന്റെ കാര്യം ഓർത്ത് സാറ് വിഷമിക്കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. ഇതേ ദൈവമായിട്ട് കൊണ്ടെത്തുന്ന അവസര. പണമെറിഞ്ഞാൽ വീഴാത്ത ആളാണ് സുധാകർ സാറിന് അറിയാലോ. റവന്യൂ മിനിസ്റ്റർ KK ബാലനോട് ഹോം മിനിസ്റ്റർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. നിങ്ങളുടെ പട്ടയത്തിന്റെ കാര്യം പുഷ്പം പോലെ നടത്തിയെടുക്ക. അതിനുവേണ്ടി 2-3 കോടി മുടക്കാമെന്ന് സാറിന്റെ അച്ഛനെ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. സാർ ഈ നേരത്തെ ചില പോലീസുകാരുടെ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ തമ്പി സാറിനൊന്ന് വിളിക്കട്ടെ. ഹലോ തമ്പി സാറേ, ഞാനാ പുരുഷോത്തമൻ. അന്ന് പറഞ്ഞ പട്ടയത്തിന്റെ കാര്യമില്ലേ? നമസ്കാരം. ഇതില് 3 C ഉണ്ട്. 3 കോടി. അത്രയും ഞാൻ ചോദിച്ചില്ലല്ലോ. ആവശ്യം വന്നാ ഇരിക്കട്ടെന്ന്. വേണ്ടി വന്നില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാലോ. തമ്പി സാറിനെ കുറിച്ച് സാറിന് അറിയാൻ പറഞ്ഞാ നല്ലവനാ. ഈ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുമായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു പാവപ്പെട്ട കോടീശ്വരൻ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി. ഓ, ഞാനൊന്ന് യാത്രയാക്കിട്ട് വരാം. എടോ, എന്റെ പട്ടയത്തിന്റെ കാര്യം. മന്ത്രിയുടെ മോളെ പട്ടടയിലേക്ക് എടുക്കോ ഇല്ലെന്ന് പറയാൻ പറ്റുന്ന നേരത്തെ പട്ടയത്തിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അങ്ങനെ പോയാല എന്റെ കമ്മീഷന്റെ കാര്യം 3%. കാശ് ഇങ്ങോട്ട് കിട്ടിയതല്ല, അങ്ങോട്ട് കൊടുത്തതാ. അയ്യോ, മന്ത്രി ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോഴാണ് സാർ നമുക്ക് കമ്മീഷൻ. അത് മതി. എടാ, എന്തിനും ഏതിനും ഇടിച്ചു കയറി മന്ത്രിയുടെ കൂടെ നിന്നോണം. ഈ ബന്ധം തുറന്നു കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാ. മനസ്സിലായോ? വണ്ടി എടുക്കും.